അശോക, ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഋഷഭ എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയൻ അവിടെ പറയാൻ പോകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഋഷഭ ഈ സിനിമ മോഹൻലാൽ ഒരു തെലുങ്കിൽ പോയി അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു എന്താ പറയുക മൾട്ടി ലാംഗ്വേജ് ഫിലിമാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്, വളരെ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ട് പോയി കണ്ടൊരു സിനിമയൊന്നും ആയിരുന്നില്ല. ഈ സിനിമ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ വളരെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. സോ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്, പടത്തിൻ്റെ മലയാളം ഡബ്ബിങ് വളരെ വളരെ മോശമാണ്. ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. ലിപ്പ് ഒരു സൈഡിലും സൗണ്ട് വേറൊരു സൈഡിലും പോകുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റോറി നോക്കുകയാണെങ്കിൽ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗം സംരക്ഷിക്കുന്ന ഒരു രാജാവ്, ആ രാജാവിൻ്റെ വംശമായിട്ട് ആ ശിവലിംഗം സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ശിവലിംഗം സംരക്ഷിക്കാൻ നേരത്ത് അവിടുത്തെ മോഹൻലാൽ കഥാപാത്രം ഒരു അമ്പ് ചെയ്യുന്നു, ഒരു വില്ലനെ കൊല്ലാൻ വേണ്ടി അമ്പ് ചെയ്യുന്നു. ആ അമ്പ് ഒരു കുട്ടിയുടെ കഴുത്തിൽ കൊണ്ട് കുട്ടി മരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ രാജാവ് ശപിക്കുന്നു, നീ നിൻ്റെ മകൻ്റെ മരണത്തിന് നീ ഒരു കാരണമാവും, നിൻ്റെ കൺമുമ്പിൽ വെച്ച് നിൻ്റെ മകൻ മരിക്കുന്നൊരു ശാപം കൊടുക്കുന്നു. സോ അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്താ പറയുക, ആ രാജാവിന് പുനർജനിക്കുന്നു. തനിക്കും തൻ്റെ മകനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കഥ. ഒരു പ്ലോട്ട് വൈസ് കൊള്ളായിരുന്നു, ഇല്ല ഞാൻ പറയുന്നില്ല, പ്ലോട്ട് വൈസ് കൊള്ളായിരുന്നു. പക്ഷേ എക്സിക്യൂഷൻ വളരെ മോശമാണ്, സ്ക്രിപ്റ്റ് വളരെ മോശമാണ്, അഭിനയിച്ചവരെല്ലാം വളരെ മോശമാണ്. ലാലേട്ടൻ വരുന്ന സീൻസ് മാത്രമാണ് നമുക്ക് ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഡയലോഗ്സ് ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ഡബ്ബിങ് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. പടത്തിലങ്ങനെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ആ ഒരു എന്താ പറയുക, ഒരു രാജാവിൻ്റെ കാലഘട്ടം കാണിക്കുന്നിടത്ത് ഓക്കെ, വേണമെങ്കിൽ ഓക്കെ എന്ന് പറയാൻ തരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗിങ് ആണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ലാലേട്ടൻ തന്നെ ക്യാമിയോ വരുന്നത്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, കുറേ ഡയലോഗുകൾ അടിക്കും, പുള്ളി അങ്ങ് പോകും. ആൻഡ് ഇതിൽ നായകനായിട്ട് വന്നൊരു പയ്യനുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ് എങ്കിൽ ഇത് പുള്ളിയുടെ അവസാന സിനിമയായിരിക്കും. കാരണം ഇങ്ങനെയൊന്നും അഭിനയിക്കരുത്. ഫൈറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ചിലയിടത്തൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് വളരെ ബോറിംഗ് ആയിട്ടുള്ള, ക്ലീഷി ആയിട്ടുള്ള, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും പറയാനില്ലാത്ത ഒരു അപരാധ സിനിമയായിട്ടാണ് ഈ പേഴ്സണലി ഫീൽ ചെയ്തത്. ലാലേട്ടൻ ഇങ്ങനെയുള്ള സിനിമകൾക്ക് തലവെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി 2025 പുള്ളി ഒരുപാട് സക്സസ് കൊടുത്തതുകൊണ്ട് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ വർഷാവസാനം ഒരു ഫ്ലോപ്പ് ഫിലിം കൊടുക്കാൻ അദ്ദേഹം വിചാരിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീരും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റു കാണാം. അതുവരെയും ബൈ.